ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപ്കട്ടിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ക്യാപ്കട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും അതേപോലെ എഡിറ്റിംഗ് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾ ആദ്യം ഇത് ഇൻസ്റ്റാൾ ആക്കേണ്ടത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് VPN എന്നുള്ളത്. VPN എന്നുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമ്മളത് കണക്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്യാപ്കട്ട് ഇവിടെ ഓപ്പൺ ആക്കണം. ക്യാപ്കട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന്, ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിളിൽ നിന്ന് പ്രോ വേർഷൻ എടുക്കാൻ കഴിയും. ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കൺട്രി മാറ്റിയാൽ നിങ്ങൾക്ക് ക്യാപ്കട്ട് പ്രോ വേർഷനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ വീഡിയോ പ്രോ വേർഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അതിനായിട്ട് നമ്മളിവിടെ ക്യാപ്കട്ട് ഇവിടെ ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് എങ്ങനെ ന്യൂ പ്രൊജക്റ്റ് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു വീഡിയോ എങ്ങനെ ഗാലറിയിൽ നിന്ന് ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ന്യൂ വീഡിയോ എന്നുള്ള ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ക്ലിപ്സ് നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇത് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇതെങ്ങനെ ഇതിൽ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ മുറിച്ച് ഒഴിവാക്കണത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് സോങ് ആണോ ആഡ് ചെയ്യുക എന്നുള്ളത് ആ സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഓഡിയോ എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വീഡിയോൻ്റെ മ്യൂസിക്കാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മ്യൂസിക് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എക്സ്ട്രാക്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ക്യാപ്കട്ടിൽ നിന്ന് തന്നെ ഓരോ സോങ്ങുകളൊക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോത്തെ സോങ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ, മുന്നിലേക്ക് മൂവ് ആക്കി കൊടുത്താൽ ഫസ്റ്റിലായിട്ട് വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. നമ്മൾ ആ മ്യൂസിക്കിനനുസരിച്ച് വീഡിയോ കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ എടുത്തു വെച്ച ക്ലിപ്പുകൾ ഉണ്ടാവില്ലേ, അതിലുള്ള സൗണ്ടൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൗണ്ടൊക്കെ പോയി കിട്ടും. ഓക്കെ, ഒന്നും അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ചെയ്തതാണിത്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, ക്യാപ്കട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മ്യൂസിക് കൂടെ ആഡ് ചെയ്തല്ലോ. ഇനി നമുക്ക് ഈ മ്യൂസിക്കിനനുസരിച്ച് വീഡിയോ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് പാട്ടിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷന് അടിയിൽ കാണാൻ കഴിയും, ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് എന്ന ഓപ്ഷന് ഇവിടെ അടിയിൽ കാണാൻ കഴിയും, അവിടെ കൊടുത്താൽ നമ്മൾ ഡിലീറ്റ് ആയി കിട്ടും ബാക്കി ഭാഗം. ഓക്കെ, അപ്പം ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും പാടിയും ഭാഗം കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ക്ലിപ്പിൽ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചും പാടിയും ലോങ് വേണ്ടതുണ്ട്, കുറച്ചും പാടി നീളം കൂട്ടാനുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ സ്പീഡ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കർവാണെങ്കിൽ കർവാക്കിയിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നോർമലിന് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അത് അറിയാത്തവർക്കായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെ ഒരു വീഡിയോ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിവിടെ കുറച്ച് സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഈ സോങ്ങിൽ തന്നെ അടുത്തതൊരു സോങ്ങിൽ നല്ലൊരു ഭാഗം കണ്ടപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇതിന് നമ്മൾ എഫക്ട്സ് ട്രാൻസാക്ഷനൊക്കെ കൊടുക്കലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് എഫക്ട്സ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് അടിയിലായിട്ട് എഫക്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അടിയിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ സിമ്പിളായിട്ടുള്ള എഫക്ട്സ് ഏതൊക്കെ വെച്ചാൽ ഷെയ്ക്ക്, അതുപോലെ ഒബ്ലിക്ക് ബ്ലർ എന്ന് സെർച്ച് ചെയ്താലും മതി. അത് ഒബ്ലിക്ക് ബ്ലർ എന്ന് ഇവിടെ സെർച്ച് ചെയ്യാണ്, അപ്പോൾ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിവിടെ സെർച്ച് ചെയ്താൽ നമുക്ക് ഒബ്ലിക്ക് ബ്ലർ എന്നുള്ള ഓക്കെ, അത് നമ്മൾ ചെറുതാക്കിയിട്ട് ആ വീഡിയോൻ്റെ ആ ഒരു എഫക്ട്സിൻ്റെ ഭാഗം മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു എഫക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷനിൽ ആൾ വീഡിയോസ് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഓവർലി എന്നൊരു പറയും ഈ ഒരു ഓപ്ഷന്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു ത്രികോണത്തിൽ ഈ ഒരു ഐക്കൺ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഫസ്റ്റിലായിട്ടൊരു കീ ഫ്രെയിം കൊടുക്കുക, അവിടെ ഇത് ഫുള്ള് 0 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റിലായിട്ടും ഇതേപോലെ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അവിടെയും ഫുള്ള് 0 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള അപ്പോൾ ആ ബ്ലറ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക, ഒന്ന് ഓവറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക, ഓവറായി ചെയ്യുക, വീഡിയോൻ്റെ ഭംഗി നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു എഫക്ട്സ് ഇവിടെ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഫക്ട്സ് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ നടുവിലായിട്ട് ഈ ഒരു ഐക്കൺ കാണാൻ കഴിയും. ഓക്കെ, അവിടെ പോയാൽ നിങ്ങൾക്ക് നല്ല നല്ല എഫക്ട്സുകൾ ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതിവിടെ ബ്ലാക്ക് ഫേഡ് എന്നുള്ളൊരു ഓപ്ഷന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കളറായിട്ടുള്ള ഒരു എഫക്ട്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു എഫക്ട്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഇനി നമ്മൾ ബ്ലാക്ക് ഫേഡ് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക, വല്ലാതെ നല്ല സ്ലോ ആയി കൊടുക്കരുത്, കുറച്ച് സ്പീഡ് വേണം. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ അതേപോലെ എഫക്ട്സ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓവറായിട്ടുള്ള എഫക്ട്സ് ഒന്നും ആഡ് ചെയ്യരുത്. ഇതൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെറിയ ബ്ലറുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളെല്ലാ എഫക്ട്സും ഇവിടെ ബ്ലറാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ അനുസരിച്ച് ഏതെങ്കിലും എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോണത് ഇതിലെങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരിക. ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്നൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ടെംപ്ലേറ്റ് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് മൂവാക്കിയിട്ട് ചെറുതാക്കി കൊടുത്താൽ ഇങ്ങനെ മൂവാക്കി കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ട ക്ലിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് ഈ ഒരു വീഡിയോയിൽ മാത്രമില്ല, ആ വീഡിയോക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂവാക്കിയിട്ട് വലിച്ച് നീട്ടി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമ്മളിനി പറയാൻ പോണത് ഇതെങ്ങനെ ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യാം, ഒരു ക്വാളിറ്റിയും കുറയാതെ നിങ്ങൾക്ക് ഇതെങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഈ ഒരു സെറ്റിങ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഓക്കെ ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ്സ് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ ആപ്പാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടും. ഈ ഒരു എഡിറ്റ്സ് പറഞ്ഞ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ
നമുക്ക് ഗാലറിയിൽ നിന്ന് നമ്മൾ ചെയ്ത വീഡിയോ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. അത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുത്താൽ നമ്മൾ ഈ ഒരു എക്സ്പോർട്ട് സെറ്റിങ്സ് 4K 60 FPS സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് വരും. ഇവിടുന്ന് നമുക്ക് എക്സ്പോർട്ട് ആയിട്ട് കിട്ടും. ഇത് നേരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഇതും പാടി ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സ്പോർട്ടിങ് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജാണ് ഇവിടെ കാണിക്കുക. ഇതിൽ ഇൻസ്റ്റഗ്രാം എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഇൻസ്റ്റഗ്രാമിൽ എത്തുട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഹാഷ്ടാഗും അതുപോലെ നല്ലൊരു ബയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് നേരെ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.